welcome to Matsion 2024 JAM real analysis questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് for n belongs to n, an equal to 1 by 3n plus 2 times 3n plus 4 and bn equal to n cube plus cos 3 power n by 3 power n plus n cube. Okay, then which of the following is true എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ സിഗ്മ n equal to 1 to infinity an is convergent but sigma n equal to 1 to infinity bn is divergent. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് an series an divergent but series bn is convergent. തേർഡ് ഓപ്ഷൻ പറയുന്നത് ബോത്ത് ആർ ഡൈവേർജന്റ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ബോത്ത് ആർ കൺവേർജന്റ്. ഓക്കെ, സോ നമുക്ക് സീരീസിന്റെ കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ചെക്ക് ചെയ്യാം. സോ എ എൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കൂ, 1 by 3n plus 2 times 3n plus 4 ആണ്. ഇതിൽ രണ്ടിന്നും ഞാൻ n ഔട്ട്സൈഡ് എടുക്കുന്നു. സോ ഇറ്റ് വിൽ ബി 1 by n സ്ക്വയർ 3 plus 2 by n ടൈംസ് 3 plus 4 by n അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസിലെ ടേമുകൾ വരുന്നത്, nth ടേം വരുന്നത് സീരീസിലെ. സോ നമ്മൾ കറസ്പോണ്ടിങ്ലി ഈ സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു സീരീസ് സി എന്നും കൂടെ എടുക്കുന്നു, സീരീസ് സി എൻ. സോ സീരീസ് എ എന്നും സി എന്നും നമുക്കുണ്ട്. ആൻഡ് ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ സി എൻ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ലെസ് ദാൻ ഇൻഫിനിറ്റി, ഒരു ഫൈനൈറ്റ് നോൺ സീറോ നമ്പർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സീരീസ് എ എൻ ആൻഡ് സീരീസ് സി എൻ ബിഹേവ്സ് അലൈക്ക്. ഓക്കെ, മീൻസ് സീരീസ് സി എൻ കൺവേർജന്റ് ആണെങ്കിൽ സീരീസ് എ എനും കൺവേർജന്റ് ആയിരിക്കും, സീരീസ് സി എൻ ഡൈവേർജന്റ് ആണെങ്കിൽ സീരീസ് എ എനും ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ, സോ കറസ്പോണ്ടിങ്ങിൽ നമ്മൾ സി എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്യുന്നു, ദാറ്റ് ഈസ് 1 by n സ്ക്വയർ. ഓക്കെ, ബൈ പി ടെസ്റ്റ് എന്ത് പറയാൻ പറ്റും, സീരീസ് സി എൻ എന്താണ്, കൺവേർജന്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഇനി നമ്മൾ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ സി എൻ ചെയ്യുന്നു. എ എൻ ബൈ സി എൻ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഈ 1 by n സ്ക്വയർ കട്ട് ചെയ്ത് പോകും. സോ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by 3 plus 2 by n ടൈംസ് 3 plus 4 by n എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇതും ഈ രണ്ട് ടേം സീറോയിലേക്ക് പോകും. സോ 3 into 3 9 എന്ന് വരും അല്ലേ. സോ 1 by 9 ആണ് വരിക. ദിസ് ഇസ് നോൺ സീറോ ആൻഡ് നമുക്കറിയാം സീരീസ് സി എൻ ഈസ് കൺവേർജന്റ്. സോ ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയാൻ പറ്റും, സീരീസ് എ എൻ ഈസ് കൺവേർജന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സീരീസ് എ എൻ കൺവേർജന്റ് ആണെന്ന് കിട്ടി. ഇനി ബി എൻ, സീരീസ് ബി എൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ സീരീസ് ബി എൻ നമ്മൾ ഒന്നുകൂടി എഴുതുകയാണ്. ബി എൻ ഈക്വൽസ് എന്താണ്, എൻ ക്യൂബ് പ്ലസ് കോസ് 3 power n ബൈ എൻ ക്യൂബ് പ്ലസ് 3 power n അല്ലേ. എൻ ക്യൂബ് പ്ലസ് 3 power n ആണ്. ഓക്കെ, സോ ഇതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. ദിസ് വിൽ ബി എൻ ക്യൂബ് പ്ലസ് എൻ ക്യൂബ് പ്ലസ് 3 power n പ്ലസ് കോസ് 3 power n ബൈ എൻ ക്യൂബ് പ്ലസ് 3 power n എന്ന് എഴുതാം അല്ലേ. സോ ഇനി ഇതിന് ഞാൻ സം ആൽഫ എൻ എന്നും ഇതിന് ഞാൻ സം ബീറ്റ എൻ എന്നും വിളിക്കുന്നു. സോ ആൽഫ എൻ വിൽ ബി എൻ ക്യൂബ് ബൈ എൻ ക്യൂബ് പ്ലസ് 3 power n അല്ലേ. സോ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, എൻ ക്യൂബ് ബൈ 3 power n എഴുതാലോ. സോ എൻ ബിക്കോസ് എൻ ക്യൂബ് പ്ലസ് 3 power n ഗ്രേറ്റർ ദാൻ 3 power n ആയിരിക്കും എന്തായാലും, കാരണം പോസിറ്റീവ് നമ്പർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, ആൽഫ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ക്യൂബ് പ്ലസ് 3 power n ആണ്. സോ ഇനി എൻ ക്യൂബ് പ്ലസ് 3 power n എന്ന് പറയുന്ന ഈ സീരീസ് എന്താണെന്ന് നോക്കാം. സോ അതിന് ഞാൻ സം ഗാമ എൻ എന്ന് വിളിക്കുകയാണ്. സോ ഗാമ എൻ ഈക്വൽ ടു എന്താണ്, എൻ ക്യൂബ് പ്ലസ് 3 power n ആണ്. സോ ആൻഡ് ഈ സീരീസിന്റെ കൺവേർജൻസോ ഡൈവേർജൻസോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആൽഫ എൻ ലെസ് ആർ ഈക്വൽ ടു സം എന്ത് കിട്ടി, ഗാമ എന്ന് കിട്ടി. ഇനി ഈ ഗാമ എൻ കൺവേർജന്റ് ആണെങ്കിൽ ബൈ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആൽഫ എൻ കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും. സോ നമ്മൾ ഗാമ എന്നിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാണ്. അതിന് നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഗാമ എൻ പ്ലസ് 1 ബൈ ഗാമ എൻ ചെയ്യാം അല്ലെ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, n plus 1 whole cube divided by 3 power n plus 1 by 3 n cube by 3 power n, that is 3 power n by n cube എന്ന് വരും. Okay, so this will be equal to 1 by 3 n plus 1 by n whole cube എന്ന് എഴുതും, that is 1 by 1 plus n whole cube എന്ന് എഴുതും അല്ലേ. സോ ലിമിറ്റ് ചെയ്യണം, ലിമിറ്റ് n tending to infinity, ലിമിറ്റ് n tending to infinity. So this will be equal to limit n tending to infinity 1 by 3 1 plus 1 by n whole power 3. Okay, so this will be equal to
എന്ത് വരും 1/3 ഇവിടെ ഉണ്ടാവും 1 + 1/n 1/n ടെൻഡിങ് ടു 0 ആണ്. സോ 1/3 1 എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും 1/3 എന്ന് കിട്ടും, വിച്ച് ഇസ് ലെസ് ദാൻ 1 ആണ്. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, സീരീസ് ഗാമ എൻ കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് കൺവേർജന്റ് ആണെന്ന് കിട്ടി. സീരീസ് ഗാമ എൻ കൺവേർജന്റ് ആയതുകൊണ്ട് ബൈ കമ്പാരിസൺ ടെസ്റ്റ് സീരീസ് ആൽഫ എന്നും എന്തായിരിക്കും കൺവേർജന്റ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇനി സെക്കൻഡ് സീരീസ് എടുക്കുന്നു. എന്താണ് അതിന് ഞാൻ സം സി എൻ എന്ന് വിളിക്കുന്നു. സി എൻ ഈക്വൽ ടു എന്താണ് കോസ് 3/n/n³ പ്ലസ് 3/n ആണ് അല്ലേ. കോസ് 3/n/n³ പ്ലസ് 3/n ആണ്. ആൻഡ് കോസ് 3/n മാക്സിമം വാല്യൂ എന്തായിരിക്കും വരിക 1 ആയിരിക്കും. സോ ദിസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n³ പ്ലസ് 3/n ആണ്. ആൻഡ് ദിസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n³ ആയിരിക്കും അല്ലേ. സോ ആൻഡ് ഈ 1/n³ എന്ന് പറയുന്നത് പി സീരീസ് ആണ്, വേർ പി ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഇതെന്തായിരിക്കും കൺവേർജന്റ് ആയിരിക്കും. സോ സീരീസ് സി എന്നും കൺവേർജന്റ് ആണ്. സോ സോറി, അതുകൊണ്ട് തന്നെ സീരീസ് ബീറ്റ എന്നും കൺവേർജന്റ് ആണെന്ന് കിട്ടി. സോ ആൽഫ എന്നും ബീറ്റ എന്നും കൺവേർജന്റ് ആണ്. സോ സം ഓഫ് ടു കൺവേർജന്റ് സീരീസ് ആണ് ബി എൻ. സോ സീരീസ് ബി എന്നും എന്താണെന്ന് കിട്ടി കൺവേർജന്റ് ആണെന്ന് കിട്ടി. ഓക്കെ, സോ സീരീസ് എ എന്നും സീരീസ് ബി എൻ കൺവേർജന്റ് ആണെന്ന് കിട്ടി, സീരീസ് എ എന്നും കൺവേർജന്റ് ആണെന്ന് കിട്ടി. സോ നമുക്ക് ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരും. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ഡിഫൈൻ സീക്വൻസസ് എൻ ഫ്രം n equal to 3 to infinity and bn n equal to 3 to infinity as an is log n power log of log n whole power log n. Okay, and bn equal to n power 1 plus 1 by log n. Okay, then which of the following is true എന്നാണ്. സെയിം ഓപ്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇസ് പക്ഷേ ഇവിടെ വ്യത്യാസം വരുന്നത് എ എന്നിന്റെയും ബി എന്നിന്റെയും കൺവേർജൻസ് അല്ല നോക്കേണ്ടത്. സിഗ്മ n equal to 3 to infinity 1/n is convergent, but sigma n equal to 3 to infinity 1/bn is divergent, and series 1/n is divergent, but series 1/bn is convergent. Both 1/n and 1/bn are divergent, both are convergent. Okay, ഇത് തന്നെയാണ് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോഗൻ പ്ലസ് ലോഗൻ ഹോൾ പവർ ലോഗൻ ആണ് അല്ലേ. സോ 1/an എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ദിസ് വിൽ ബി ഈക്വൽ ടു 1/log n പ്ലസ് log n ഹോൾ പവർ log n ആണ്. ഓക്കെ, സോ നോക്കാം, നമുക്കറിയാം എന്താണ് log n പ്ലസ് log of log n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log n ആയിരിക്കും ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, n ഈക്വൽ ടു 3, 4, 5 എക്സെട്ര ആണെങ്കിൽ അപ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും, log of log n പ്ലസ് log n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log n. അതായത് log of log n എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, സോ log n പ്ലസ് log of log n ഗ്രേറ്റർ ദാൻ log n ആണ്. സോ 1/log n പ്ലസ് log of log n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും 1/log n ആയിരിക്കും. ഹോൾ പവർ log n എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. സോ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 1/log n ഹോൾ പവർ എന്തെഴുതാൻ പറ്റും, log n എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ സീക്വൻസിന് ഞാൻ സി എൻ എന്ന് വിളിക്കുകയാണ്. സോ ഈ സീരീസ് കൺവേർജന്റ് ആണ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, 1/n കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, 1/log n ഹോൾ പവർ log n. അതിനുവേണ്ടി നമ്മൾ കണ്ടൻസേഷൻ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടൻസേഷൻ ടെസ്റ്റിൽ പറയുന്നത് എന്താണ്, സീരീസ് എ എന്നും അതുപോലെ സീരീസ് 2/n a 2/n ബിഹേവ്സ് അലൈക്ക് ആയിരിക്കും. ഓക്കെ, സെയിം ആണ്. അതായത് 2/n സീരീസ് 2/n a 2/n കൺവേർജന്റ് ആണെങ്കിൽ സീരീസ് എ എന്നും കൺവേർജന്റ് ആയിരിക്കും. സീരീസ് 2/n a 2/n ഡൈവേർജന്റ് ആണെങ്കിൽ സീരീസ് എ എന്നും ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, സീരീസ് 2/n c 2/n c അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2/n ഡിവൈഡഡ് ബൈ log 2/n ഹോൾ പവർ log 2/n എന്ന് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ലോഗിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2/n ബൈ എന്താണ് വരിക, n log 2 ഹോൾ പവർ n log 2 എന്ന് വരും. ഓക്കെ, സോ
നമ്മുടെ സി എൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2/n log 2 whole power 2 power n log 2 whole power n log 2 എന്ന് വരും. ഓക്കെ, സോ ഈ സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ nth റൂട്ട് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. nth റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സി എൻ ഹോൾ പവർ 1/n ചെയ്യണം. ഓക്കെ, സോ ഹോൾ പവർ 1/n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് വിൽ ബി 2/n log 2 ഹോൾ പവർ എന്ത് കിട്ടും? log 2 എന്ന് കിട്ടും. 2/n log 2 ഹോൾ പവർ log 2 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് സി എൻ ഹോൾ പവർ 1/n അല്ലേ? സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി സി എൻ ഹോൾ പവർ 1/n എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ദിസ് വിൽ ബി ഈക്വൽ ടു 0 എന്നാണ് വരിക. ദിസ് ഇസ് ലെസ് ദാൻ 1. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സീരീസ് സി എൻ എന്തായിരിക്കും? സി എൻ അല്ല, 2 പവർ എൻ സീരീസ് 2 സി എൻ 2 പവർ എൻ എന്താണ്? കൺവേർജന്റ് ആണ്. ഓക്കെ, 2 പവർ എൻ ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. 2 പവർ എൻ സി 2 പവർ എൻ, ഇതിന് ഞാൻ മറ്റൊരു പേര് വിളിച്ചാൽ മതി. ഓക്കെ, സോ ഈ സീരീസ് എന്താണ്? കൺവേർജന്റ് ആണ്. ഇംപ്ലൈസ് എന്ത് പറ്റും? സീരീസ് സി എൻ എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. സോ സീരീസ് സി എൻ കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സീരീസ് 1/n കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് സീരീസ് എന്താണെന്ന് കിട്ടി? കൺവേർജന്റ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ സീരീസ് എന്താണെന്ന് നോക്കൂ. രണ്ടാമത്തെ സീരീസിൽ ബി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n raised to 1 plus 1/log n ആണ്. സോ നമ്മുടെ 1/bn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ദിസ് വിൽ ബി ഈക്വൽ ടു 1/n പവർ 1/n പവർ 1 plus log n. Okay, 1/n power 1 plus 1/log n. Okay, 1/log n. Okay, 1/log n. So this can be written as 1/n times n power 1/log n എന്ന് എഴുതാൻ വേണ്ടി പറ്റും. Okay, so this will be equals 1/n times n power log n എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി എന്താണ് n പവർ log 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. 1/ ജസ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ y ഈക്വൽ ടു എന്തെഴുതുന്നു? n പവർ 1/log n അല്ലെ? 1/log n. ബോത്ത് സൈഡ് ഞാൻ log എടുക്കുകയാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു log y ഈക്വൽസ് എന്ത് വരും? 1/log n. log ഓഫ് n പവർ 1/log n, അതിന് നമ്മൾ log b പവർ a എന്ന് പറഞ്ഞാൽ a log p ആണ്. സോ ദിസ് വിൽ ബി 1/log n ടൈംസ് എന്ത് വരും? log n എന്ന് വരും. സോ log n കട്ട് ചെയ്ത് പോകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1. log y ഈക്വൽ ടു 1 ഇംപ്ലസ് y ഈക്വൽ ടു എന്തായിരിക്കും? e പവർ 1, ദാറ്റ് ഈസ് e എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1/en ആണ്. സോ 1/en എന്ന് പറയുന്ന സീരീസ് സിഗ്മ 1/e ടൈംസ് n എന്ന് പറയുന്ന സീരീസ് 1/n മൾട്ടിപ്പിൾ മാത്രമാണ്. സോ ഇതെന്തായിരിക്കും? ഡൈവേർജന്റ് സീരീസ് ആയിരിക്കും. സോ ഈ സീരീസ് ഡൈവേർജന്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? സീരീസ് ബി എൻ ഈസ് എന്താണെന്ന് കിട്ടി? സീരീസ് ബി എൻ അല്ല, സീരീസ് 1/bn ഈസ് ഡൈവേർജന്റ് എന്ന് കിട്ടി. ഓക്കെ, സോ സീരീസ് എ എൻ കൺവേർജന്റ് ആണ്, പക്ഷേ സീരീസ് ബി എൻ ഡൈവേർജന്റ് ആണ്. സോ എ എൻ ഈസ് കൺവേർജന്റ്, ബി എൻ ഈസ് ഡൈവേർജന്റ്. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, താങ്ക് യു.